ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സയൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് PYQ ആണ് കേട്ടോ. ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെഷനാണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും പിന്നെ SCERTയിൽ കൊടുത്തിട്ടുള്ള പോയിന്റ്സും എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. എല്ലാവരും ഫുള്ള് കാണാൻ നോക്കണേ. ആദ്യത്തെ ചോദ്യം, കെലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ആൻസർ സിങ്ക് ആണ് അല്ലേ. കെലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക് ആണ്. താഴെ പറയുന്ന ഏത് ഭൗതിക അളവിൻ്റെ പരിമാണമാണ് രണ്ടാം ചലന നിയമപ്രകാരം നിർണ്ണയിക്കാൻ സാധിക്കുന്നത്? ഒന്ന് വേഗം നോക്കിയിട്ട് പറഞ്ഞാൽ, ത്വരണമാണോ, ആക്സിലറേഷൻ ആണോ, പ്രവൃത്തിയാണോ, ബലമാണോ, പവറാണോ? ആൻസർ ബലമാണ് അല്ലേ. അപ്പോൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ടാണ് F=ma. അതായത് F=ma എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ടാണ് കേട്ടോ. അതേസമയം ഫോഴ്സിന് ഒരു നിർവചനം നൽകിയിട്ടുള്ളത് ഏതാ? ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ അനുസരിച്ചിട്ട്. അപ്പോൾ രണ്ടും തമ്മിൽ മാറിപ്പോരുത്. ഈ F=ma എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ടും ഫോഴ്സിന് നിർവചനം നൽകിയിട്ടുള്ളത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ അനുസരിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. അതായത് അസന്തുലിതമായിട്ടുള്ള ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഏതൊരു വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേരേഖ സമചലനത്തിലോ തുടരുന്നു എന്നുള്ളതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ബോഡി, ഇവിടെ ഒരു ബോഡി ആണെന്ന് വിചാരിച്ചോ. ഈ ഒരു ബോഡി റെസ്റ്റിലിരിക്കുകയാണ്. എത്ര നേരം റെസ്റ്റിലിരിക്കും? അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. ഞാനൊരു ഫോഴ്സ് കൊടുക്കുന്ന വരെ അല്ലെ, അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നത് വരെ ആ ബോഡി റെസ്റ്റിലായിരിക്കും. അല്ലെങ്കിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡി ആണെങ്കിൽ അതിന് ഞാനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്ന വരെ അത് നീങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയിൽ പറയുന്നത്. ഇനി ബലത്തെ എങ്ങനെ അളക്കാമെന്ന് പ്രസ്താവിക്കുന്നത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ടാണ്. ഒരു വസ്തുവിനുണ്ടാകുന്ന ത്വരണവും അതായത് ആക്സിലറേഷനും അതുപോലെ തന്നെ അതിൽ പ്രയോഗിച്ചിട്ടുള്ള ബാഹ്യ ബലവും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന നിയമം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ടാണ് കേട്ടോ. കിട്ടിയില്ലേ? ഇനി എന്താണ്? ഇനി നമ്മുടെ ജഡത്വ നിയമം അതായത് ലോ ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ ഏത് ലോ അനുസരിച്ചിട്ടാണ്? പറയാമോ? ഒരു ക്ലൂ വേണമെങ്കിൽ തരാം. ഇനർഷ്യ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ I എഴുതി. ഇനി നോക്കിയിട്ട് പറഞ്ഞ ഏത് ലോ അനുസരിച്ചിട്ടാണ്? ഫസ്റ്റ് ലോ അനുസരിച്ചിട്ട് അല്ലേ, ഫസ്റ്റ് ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ജഡത്വം അതായത് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേരേഖ സമചലനത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ, ഇന്നബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇനർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു കസേരയിൽ നിന്നിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ. അപ്പോൾ എൻ്റെ അടുത്ത് ഫാൻ ഓഫ് ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചോ. അപ്പോൾ എനിക്കൊരു മടിയായിരിക്കും അല്ലേ, ഇനി കസേരയിൽ നിന്ന് എണീറ്റിട്ട് നടന്നു പോയിട്ട് ഫാൻ ഓഫ് ചെയ്യണം. അപ്പോൾ എനിക്കൊരു ഇന്നബിലിറ്റിയാണ്, എൻ്റെ ഒരു കഴിവുകേട് വരികയാണ്. കാരണം അത്രയും നേരം ഞാൻ കസേരയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് വീണ്ടും കസേരയിൽ തന്നെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം കേട്ടോ. ഇനി നമുക്ക് ശരിക്കുള്ള എക്സാമ്പിളിലേക്ക് കയറാം. അപ്പോൾ ഇനർഷ്യ എന്ന് പറയുന്നത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇനർഷ്യ ഓഫ് മോഷൻ, അതായത് ചലന ജഡത്വവും, പിന്നെ ഇനർഷ്യ ഓഫ് റെസ്റ്റ്, അതായത് നിശ്ചല ജഡത്വം. ഇനി ചലന ജഡത്വം എന്ന് പറയുന്നത് ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയെ വിശേഷിപ്പിക്കുന്നതാണ് ചലന ജഡത്വം, അതായത് ഇനർഷ്യ ഓഫ് മോഷൻ. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഞാൻ ഞാനത് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഫാൻ അങ്ങ് നിൽക്കുന്നുണ്ടോ? ഇല്ല, അത് പിന്നെ പതുക്കെ കറങ്ങിയാണ് നിൽക്കുന്നത്. ദാറ്റ് മീൻസ് അതിന് അത്രയും നേരം കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് പിന്നെയും ഇങ്ങനെ കറങ്ങാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഴിവുകേടാണ്, പെട്ടെന്ന് തന്നെ നിൽക്കാനുള്ള അതിൻ്റെ ഒരു കഴിവുകേടാണ്. അപ്പോൾ ഇതാണ് ഇനർഷ്യ ഓഫ് മോഷൻ്റെ ഒരു എക്സാമ്പിൾ. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ബസ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു എന്ന് വിചാരിച്ചു. ബ്രേക്ക് പിടിച്ച് കഴിയുമ്പോൾ എന്താ പറ്റുക? നമ്മളെല്ലാവരും ഫ്രണ്ടിലേക്ക് വീഴും. കാരണം എന്താ? നമ്മൾ വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ അപ്പർ പോർഷൻ മോഷനിലാണ് ശരിക്കും അല്ലേ. ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് വീണ്ടും ആ ഒരു അപ്പർ പോർഷന് ഫ്രണ്ടിലേക്ക് നീങ്ങാനുള്ള ടെൻഡൻസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് വീഴുക. കിട്ടിയല്ലോ? ഇതേപോലെ തന്നെ ഇനർഷ്യ ഓഫ് റെസ്റ്റ്, നിശ്ചല ജഡത്തിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ ക്യാരംസ് കളിക്കാമെന്ന് വിചാരിച്ചോ. ക്യാരംസ് കളിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കോയിൻ്റെ മുകളിൽ വെച്ച് അവസാനം നമ്മളിങ്ങനെ സ്ട്രൈക്ക് ചെയ്യില്ലേ. ആ സമയത്ത് അവസാനത്തെ ഏറ്റവും അടിയിലുള്ള കോയിന് മാത്രം നീങ്ങും, ബാക്കിയുള്ള മുകളിൽ വെച്ചേക്കുന്ന കോയിൻസുകളൊക്കെ അതേപോലെ തന്നെ നിൽക്കും. റീസൺ ചോദിക്കുകയാണെങ്കിൽ ആ കോയിൻസ് അത്രയും നേരം റെസ്റ്റിലായിരുന്നു, അപ്പോൾ അതിന് വീണ്ടും റെസ്റ്റിലിരിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഇനർഷ്യ ഓഫ് റെസ്റ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനി ജഡത്വ നിയമം ആവിഷ്കരിച്ചിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ, ലോ ഓഫ് ഇനർഷ്യ ആവിഷ്കരിച്ചിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഗലീലിയോ ആണ് കേട്ടോ. അപ്പോൾ അത് മറക്കണ്ട. അതുപോലെ തന്നെ ഇനർഷ്യ മാസും തമ്മിലുള്ള റിലേഷൻ, മാസും ഇനർഷ്യയും തമ്മിലുള്ള റിലേഷൻ ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് മാസ് കൂടുന്നതനുസരിച്ചിട്ട് ഇനർഷ്യയും കൂടും, മാസ് കൂടുന്നതനുസരിച്ചിട്ട് ഇനർഷ്യയും കൂടും എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ PSCയുടെ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഏത് തരത്തിൽ വേണമെങ്കിലും ചോദ്യങ്ങൾ വരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു ലോറി ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു ലോറിയാണ്. ഈ ലോറിയുടെ മുകളിൽ ഞാനൊരു ലോഡ് വെച്ചു. ഓക്കെ, ഇനി ഈ ലോറി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ലോറി ബ്രേക്ക് പിടിച്ചു എന്ന് വിചാരിക്കുക. ബ്രേക്ക് പിടിച്ച് കഴിയുമ്പോൾ അത് ഇവിടെ വെച്ച് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ബ്രേക്ക് പിടിച്ചതെന്ന് വിചാരിച്ചു. ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ലോറി നിൽക്കുന്നില്ല. കാരണം നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞിരുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയാണ്, അപ്പോൾ അതിന് വീണ്ടും ഓടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ കുറച്ച് ദൂരം കൂടെ
നീങ്ങിയിട്ടായിരിക്കും അത് നിൽക്കാമെന്ന് വിചാരിച്ചോ. സപ്പോസ് ഒരു 20 മീറ്റേഴ്സ് കഴിഞ്ഞിട്ട് അത് നിന്നു എന്ന് വിചാരിക്കുക, ഈ ലോറി നിന്നു എന്ന് വിചാരിക്കുക കേട്ടോ. ഇനി അടുത്ത കേസ് ഇതേപോലെ തന്നെ സെയിം ലോറി തന്നെ, പക്ഷെ ഞാൻ ഈ ലോറിയുടെ മുകളിൽ ലോഡ് വെക്കുന്നില്ല. ഓക്കെ, ലോറി ബ്രേക്ക് പിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ലോറി ഈ പറഞ്ഞിട്ടുള്ള 20 മീറ്ററിന് മുമ്പ് നിൽക്കോ അല്ലെങ്കിൽ ശേഷം നിൽക്കോ എന്നുള്ളതാണ് ചോദ്യം. എന്നൂടെ പറയാം. അതിന് തന്നെ ലോറിയുടെ മുകളിൽ നമ്മൾ ലോഡ് വെച്ചു, ലോറി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ബ്രേക്ക് പിടിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് നിൽക്കുന്നില്ല, ഒരു 20 മീറ്റേഴ്സും കൂടെ യാത്ര ചെയ്തിട്ടാണ് ലോറി നിൽക്കുന്നത്. രണ്ടാമത്തെ കേസിൽ ലോറിയുടെ മുകളിൽ നമ്മൾ ലോഡ് വെക്കുന്നില്ല, അപ്പോൾ ലോറി ബ്രേക്ക് പിടിച്ച് കഴിയുമ്പോൾ ഈ 20 മീറ്ററിന് മുമ്പ് നിൽക്കോ അല്ലെങ്കിൽ അതിന് ശേഷം നിൽക്കോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആൻസർ എന്താ? 20 മീറ്ററിന് മുമ്പ് നിൽക്കും. റീസൺ ചോദിക്കുകയാണെങ്കിൽ എന്താ, മാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനർഷ്യ. ആദ്യത്തെ കേസിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ലോഡ് വെച്ചു അല്ലേ, ലോഡ് വെക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഈ ബോഡിയുടെ ഇനർഷ്യ കൂടും, മാസ് കൂടുന്നതനുസരിച്ചിട്ട് ഇനർഷ്യ കൂടും. അതായത് മാസ് കൂടുന്നതനുസരിച്ചിട്ട് ബോഡിയുടെ അല്ലെങ്കിൽ ലോറിയുടെ കഴിവുകേട് കൂടും. കഴിവുകേട് കൂടുമെന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ വെച്ച് ബ്രേക്ക് പിടിച്ചാലും കഴിവുകേട് കൂടുകയാണ്, അപ്പോൾ അതിൻ്റെ കഴിവ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴേ അത് നിൽക്കുന്നുള്ളൂ അല്ലേ. ഇനി രണ്ടാമത്തെ കേസ് എന്താ, ലോറിയിൽ നമ്മൾ ലോഡ് വെക്കുന്നില്ലെങ്കിൽ മാസ് കുറവാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യാം. മാസ് ഇല്ല അല്ലെങ്കിൽ മാസ് കുറവാണെന്ന് വിചാരിച്ചോ, അതായത് ഇനർഷ്യ കുറയും അല്ല, ജഡത്വം കുറയും. അപ്പോൾ ഇനർഷ്യ കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കഴിവുകേട് കുറയാണ്. കഴിവുകേട് കുറയാന്ന് പറഞ്ഞാൽ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്താ, കഴിവുകേട് കുറയാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ അതിന് നിൽക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നതിന് പകരം പെട്ടെന്ന് തന്നെ അതിന് നിൽക്കാൻ പറ്റും. ദാറ്റ് മീൻസ് 20 മീറ്ററിന് മുമ്പ് തന്നെ ഈ ലോറി നിൽക്കും എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഇനി ന്യൂട്ടൻ്റെ തേർഡ് ലോയിൽ എന്താ പറയുന്നത്, ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ളൊരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ. എവറി ആക്ഷൻ ഹാസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മുടെ ഗണ്ണ് ഫയർ ചെയ്യുന്ന കേസൊക്കെ ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് നമ്മൾ ന്യൂട്ടൻ്റെ ലോസൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ചലന നിയമങ്ങൾ അതായത് ലോസ് ഓഫ് മോഷൻ ആവിഷ്കരിച്ചിട്ടുള്ളത് ഐസക് ന്യൂട്ടൺ ആണ് കേട്ടോ, അത് മാറിപ്പോകണ്ട. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഉപകരണം ഏതാണ്? ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ജനറേറ്റ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ ഉപകരണം ഏതായിരിക്കും? ജനറേറ്ററാണ് അല്ലേ, ജനറേറ്ററാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം. ഗാൽവനോമീറ്ററും അമീറ്ററും രണ്ടും നമുക്കറിയാം. അമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ആംപിയർ, നമ്മുടെ കറണ്ടിൻ്റെ യൂണിറ്റ് ആണ് ആംപിയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കറണ്ട് മെഷർ ചെയ്യാനുള്ള ഉപകരണം ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് എമീറ്റർ എന്ന് പറയുന്നത്. ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ കറണ്ടിൻ്റെ പ്രസൻസ് മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ. ചെറിയ കറണ്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. മോട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ മോട്ടർ എന്ന് ഓർത്താൽ മതി അല്ലേ. അവിടെ എന്താ പറ്റുന്നത്, ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു കഴിയുമ്പോൾ അത് കിടന്നിങ്ങനെ കറങ്ങും, മെക്കാനിക്കൽ എനർജി ആയിട്ട് വരും. അപ്പോൾ മോട്ടറിൽ ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജിയാണ്. ജനറേറ്ററിൽ എന്താ പറ്റുന്നത്, മെക്കാനിക്കൽ എനർജി നമ്മൾ കറക്കി കൊടുക്കുകയാണ്, മെക്കാനിക്കൽ എനർജി ടു എന്താ പറ്റുക, ഇലക്ട്രിക്കൽ എനർജിയാണ് ജനറേറ്ററിൻ്റെ കേസിൽ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ നോക്കാം കേട്ടോ. എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതായത് വൈദ്യുത കാന്തിക പ്രേരണമാണ് ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. ഇനി അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു മാഗ്നറ്റ് ഏതൊക്കെ പോൾസ് ഉണ്ട്, നോർത്തും സൗത്തും 2 പോൾസ് ഉണ്ട്. അപ്പോൾ ഇതിന് ചുറ്റും എന്തുണ്ട്, ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസ് ഉണ്ട്. അതെപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും പാസ് ചെയ്യുന്നത് കേട്ടോ. നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും. അകത്താണെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും പോകുന്നത് കേട്ടോ. പിന്നെ ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരുപാട് ഫീൽഡ് ലൈൻസ് ഉണ്ട്, ഇതിന് ചുറ്റും ഒരുപാട് ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഞാനൊരു ചെറിയൊരു ഏരിയ എടുത്തു എന്ന് വിചാരിച്ചോ. ഓക്കെ, ഈ ഏരിയ കൂടെ എത്രത്തോളം ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ ഫ്ലക്സ് എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഫ്ലക്സ്, അതായത് ഫീൽഡ് ലൈൻസ് തന്നെ കേട്ടോ. ഇനി ഞാൻ പക്ഷേ ഇവിടെ ഫ്ലക്സ് എന്നായിരിക്കും പറയാം കേട്ടോ, ഫ്ലക്സ്. ഓക്കെ, ഇനി ചെയ്യാൻ പോകുന്ന കാര്യം, ഇവിടെ ഒരു മാഗ്നറ്റ് ഉണ്ട്, ഇവിടെ ഒരു കോയിലുണ്ട്. ഈ കോയിൽ ഞാൻ ഇതേപോലെ ഒരു ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കാം. എന്തിനാണ് നമ്മൾ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്? കറണ്ടിൻ്റെ ചെറിയ കറണ്ടുകളൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ മാഗ്നറ്റിനെ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നീക്കുകയാണ് കേട്ടോ, മൂവ് ചെയ്തിട്ട് ഈ ഒരു കോയിലിനകത്തോട്ട് കയറ്റിയെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എന്താ പറ്റുന്നത്, ഈ മാഗ്നറ്റിന് ചുറ്റും എന്താ ഉള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫീൽഡ് ലൈൻസ് ഉണ്ട് അല്ലെങ്കിൽ ഫ്ലക്സ് ഉണ്ട്. ഈ ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യുന്ന ഒരാളാണ് ഇത് ഇവിടെ ഇരിക്കുന്ന കോയിൽ അല്ലേ. ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യും, അതായത് ഫീൽഡ് ലൈൻസിൽ മാറ്റം വരികയാണ്. അങ്ങനെ ഫീൽഡ് ലൈൻസിൽ മാറ്റം വരുമ്പോൾ അവിടെ എന്താ ഉണ്ടാവുക, അവിടെ EMF ഉണ്ടാവും. എന്തുണ്ടാവും? EMF ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും? കറണ്ട് ഉണ്ടാവും. പറഞ്ഞ് ക്ലിയർ ആയോ? അതായത് ഫ്ലക്സിൽ മാറ്റം വന്നു കഴിയുമ്പോൾ അവിടെ എന്തുണ്ടാവും? അവിടെ EMF ഉണ്ടാവും, കറണ്ട് ഉണ്ടാവും. EMF എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് ആണ്. അതായത് ഒരു ഇലക്ട്രോണിനെ നയിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫോഴ്സിനെയാണ് നമ്മൾ പറയുന്നത് EMF എന്ന് പറയുന്നത്. ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ഇപ്പോൾ സപ്പോസ് ഞാൻ ഇവിടെ ഇതാണ് കേട്ടോ, ഇവിടെ ഒരു മാഗ്നറ്റ് ഞാൻ വെച്ചേക്കാണ് കേട്ടോ, ഇവിടെ കോയിലും ഉണ്ട്. ഇനി ഈ മാഗ്നറ്റ് ഞാൻ നീക്കുന്നില്ല, അതുപോലെ തന്നെ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഗാൽവനോമീറ്ററിൽ
കറണ്ടിൻ്റെ പ്രസൻസ് കാണിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കറണ്ടിൻ്റെ പ്രസൻസ് കാണിക്കില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിതിനെ മൂവ് ചെയ്തപ്പോഴാണ്, ഇതിനെ അനക്കിയപ്പോഴാണ് ഇതിൻ്റെ ഫീൽഡ് ലൈൻസിൽ അല്ലെങ്കിൽ ഫ്ലക്സിനകത്ത് വേരിയേഷൻ വന്നിട്ടുള്ളത് അല്ലേ. ഈ ഫീൽഡ് ലൈൻസിന് ഈ പറഞ്ഞുള്ള കോയിൽ കട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ അനക്കുന്നില്ല. ഫീൽഡ് ലൈൻസിന് ആരെങ്കിലും കട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. വേരിയേഷൻ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട്, അതായത് നീങ്ങാണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ കറണ്ട് ഉണ്ടാവുന്നുണ്ടോ? കറണ്ട് ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഗാൽവനോമീറ്ററിൽ ഇങ്ങനെ നീഡിൽ കാണിക്കുന്നത് കേട്ടോ. ഈ കേസിലാണെങ്കിൽ കണ്ടോ, ഇതിനകത്ത് കറണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഗാൽവനോമീറ്റർ ഇങ്ങനെ കുറച്ചൊന്ന് നീങ്ങിയിട്ടുള്ളത്, ഡിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അകത്ത് വന്നിട്ടുള്ള നമ്മുടെ മാഗ്നറ്റിനെ പുറത്തേക്ക് വലിച്ചു എന്ന് വിചാരിച്ചോ. അപ്പോൾ എന്താ പറ്റുക? വീണ്ടും മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻസ് ഉണ്ട്. അതിനെ തടസ്സപ്പെടുത്തുന്ന നമ്മുടെ കോയിലുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിൽ വേരിയേഷൻ വന്നു, EMF ഉണ്ടായി, കറണ്ട് ഉണ്ടായി അല്ലേ. പക്ഷേ അവിടെ ഉണ്ടാവുന്ന കറണ്ട് എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഇവിടെ ഉണ്ടായിട്ടുള്ള കറണ്ടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇവിടെ കറണ്ട് ഉണ്ടാവുക. അതാണ് നമ്മുടെ കണ്ടോ നീഡിൽ ഇങ്ങനെ വന്നേക്കുന്നത്, ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഈ ഫീൽഡ് ലൈൻസിനെ തടസ്സപ്പെടുത്തി കഴിയുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഫ്ലക്സിൽ വേരിയേഷൻ വന്നു കഴിയുമ്പോൾ അവിടെ EMF ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി നമുക്ക് നമ്മുടെ ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ കയറാം. അതിനാണ് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ. ഇനി നമുക്ക് ഇതിനകത്ത് ഉണ്ടാകുന്ന കറണ്ടിൻ്റെ സ്ട്രെങ്ത് കൂട്ടണമെങ്കിൽ, ഒന്നല്ലെങ്കിൽ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ടേൺസ് ഉണ്ടല്ലോ, ടേൺസിൻ്റെ എണ്ണം കൂട്ടുക, നമ്പർ ഓഫ് ടേൺസിൻ്റെ എണ്ണം കൂട്ടുക. അല്ലെങ്കിൽ മാഗ്നറ്റിൻ്റെ ശക്തി കൂട്ടിയാൽ മതി, മാഗ്നറ്റിൻ്റെ പവർ കൂട്ടിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ വെലോസിറ്റി, നമ്മളൊരു പെർട്ടിക്കുലർ വെലോസിറ്റിയിലല്ലേ ഇതിനകത്തോട്ട് നീക്കുന്നത്, ആ ഒരു വെലോസിറ്റി കൂട്ടിക്കഴിഞ്ഞാലും ഈ പറഞ്ഞിട്ടുള്ള കറണ്ടിൻ്റെ നമുക്ക് കൂടുതൽ കറണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. കിട്ടിയോ? പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളെപ്പോഴും ഈ മാഗ്നറ്റിനെ തന്നെ ഇതിനകത്തോട്ട് നീക്കണം എന്നില്ല. നമുക്ക് ഈ ഫീൽഡ് ലൈൻസിന് അല്ലെങ്കിൽ ഫ്ലക്സിനെ കട്ട് ചെയ്താൽ മതി അല്ലേ, അതിലൊരു വേരിയേഷൻ വന്നാൽ മതി. അപ്പോൾ വേണമെങ്കിൽ മാഗ്നറ്റ് ഇവിടെ നിന്നോട്ടെ, ഉള്ള കോയിലിനെ ഇങ്ങോട്ട് നീക്കിയാലും മതി. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യുമല്ലോ. അപ്പം അതെങ്ങനെയാണെങ്കിലും മതി കേട്ടോ. ആ കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്ത് നമുക്ക് ജനറേറ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ജനറേറ്റർ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? AC പ്രൊഡ്യൂസ് ചെയ്യാനാണ്. AC കറണ്ട് എന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം AC എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. പിന്നെ നമ്മളൊരു കറണ്ട് ചേർത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ, ഫ്ലക്സിൽ വേരിയേഷൻ വരണം. ഫ്ലക്സിൽ വേരിയേഷൻ വന്നു കഴിയുമ്പോൾ എന്തുണ്ടാവും? അപ്പോഴാണ് നമുക്ക് കറണ്ട് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഫ്ലക്സിൽ വേരിയേഷൻ വരണമെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലക്സ് വേണമെങ്കിൽ അവിടെ എന്ത് വേണം? കാന്തം വേണം. എന്നാലല്ലേ അതിന് ചുറ്റും ഈ പറഞ്ഞ ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ ഫ്ലക്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കാന്തമുണ്ട്. പിന്നെ എന്ത് വേണം? ഇതിനെ കട്ട് ചെയ്യാൻ അല്ലേ, ഇതിൻ്റെ എന്താ പറയുക, അതിനെ തടസ്സപ്പെടുത്താൻ ഒരാൾ വേണം. അതിൻ്റെ ഫീൽഡ് ലൈൻസിനെ തടസ്സപ്പെടുത്താൻ ഒരാൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കോയിൽ യൂസ് ചെയ്തല്ലോ. അതേപോലെ തന്നെ ഇവിടെ അർമേച്ചറാണ്. അർമേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് അയൺ കോറിൽ, ഒരു സോഫ്റ്റ് അയണിൽ കുറേ ഇൻസുലേറ്റഡ് വയേഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് അർമേച്ചർ കോയിൽ. ഇനി അതിൻ്റെ രണ്ടറ്റത്തും ഓരോ സ്ലിപ്പ് റിങ്ങുകൾ വെച്ചിട്ടുണ്ട്. ഈ സ്ലിപ്പ് റിങ്ങിൻ്റെ ഇപ്പുറത്ത് 2 ബ്രഷുകൾ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതൊരു സ്ലിപ്പ് റിങ് ആണ്, സ്ലിപ്പാണ് കേട്ടോ, സ്ലിപ്പ്. ഇവിടെ ഒരു ബ്രഷ് ഉണ്ട്. അടുത്ത സ്ലിപ്പ് റിങ്ങിൻ്റെ അവിടെ അടുത്ത ബ്രഷും വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇതിങ്ങനെ കറക്കുന്ന സമയത്ത് എന്താ പറ്റുക? ഇങ്ങനെ കറക്കുന്ന സമയത്ത് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഫീൽഡ് ലൈൻസിൽ വേരിയേഷൻ വരും. ഫീൽഡ് ലൈൻസിൽ വേരിയേഷൻ വന്നു കഴിയുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് എവിടെ ഉണ്ടാവുന്നേ? ഈ പറഞ്ഞ നമ്മുടെ റിങ്ങിലുണ്ടാവും. അത് ബ്രഷ് വഴിയാണ് നമുക്കത് കിട്ടണ്ടേ, ഉണ്ടായാൽ മാത്രം പോലെ അത് കിട്ടണ്ടേ. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രഷ് വഴിയാണ് നമ്മളത് കളക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ. ഇനി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഇതേപോലെ 2 മാഗ്നറ്റ് വെച്ചേക്കാണ്. മാഗ്നറ്റിന് ചുറ്റും ഫീൽഡ് ലൈൻസ് ഉണ്ട്. ഇനി ആദ്യം നമ്മുടെ അർമേച്ചർ കോയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഫീൽഡ് ലൈൻസ് പോകുന്നത് അല്ലേ. ഫീൽഡ് ലൈൻസ് നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു അർമേച്ചറിന് പാരലൽ ആയിട്ടല്ലേ പോകുന്നത്? ഒന്ന് നോക്കിയേ, ഇത് താഴെയും മറ്റത് മുകളിലുമാണ്. അപ്പോൾ ഇതുപോലെ പാരലായിട്ടാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിനകത്തുള്ള ഫീൽഡ് ലൈൻസിനെ ഈ പറഞ്ഞിട്ടുള്ള അർമേച്ചർ കട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? തടസ്സപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. എല്ലാതും കടന്നു പോകുന്നുണ്ട് അല്ലേ. ഈ പറഞ്ഞുള്ള എല്ലാ ഫീൽഡ് ലൈൻസും ഇതുകൂടെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സിനകത്ത് വേരിയേഷൻ വരുന്നുണ്ടോ? ഫ്ലക്സിനകത്ത് വേരിയേഷൻ വരണമെങ്കിൽ ഫീൽഡ് ലൈൻസിൽ മാറ്റം വരണ്ടേ. അപ്പോൾ ഇവിടെ മാറ്റമൊന്നും വരുന്നില്ല, അതിനാരും തടസ്സപ്പെടുത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇവിടെ ഫ്ലക്സിൽ വേരിയേഷൻ വരുന്നില്ല. ഫ്ലക്സിൽ വേരിയേഷൻ വന്നില്ലെങ്കിൽ എന്ത് വരുന്നില്ല? EMF ഇല്ല. EMF ഇല്ലെങ്കിൽ അവിടെ കറണ്ട് ഇല്ല. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ, അതായത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ചേക്കുന്ന ഒരു പൊസിഷനിൽ കറണ്ട് ഉണ്ടോ? കറണ്ട് 0 ആണ്. മനസ്സിലായി? ഇവിടെ നോക്കിയേ, കറണ്ട് 0 ആണ്. ഇനി അടുത്ത ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിനെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പോകണം. ഈ ഒരു ആക്സിസ് വഴി നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അതായത് AB എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം ഇനി മുകളിലോട്ട് വരികയാണ് കേട്ടോ. AB മുകളിലേക്ക് എത്തിയേ, ഇവിടെ എത്തിയെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഈ ഒരു ഭാഗം മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കും, ലംബമായിരിക്കും. അപ്പോൾ 90 ഡിഗ്രി ആയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതെല്ലാം ഇങ്ങനെ പാരലായിട്ട് പോവാണ്. ഇത് 90 ആണ്. അപ്പോൾ ഇതിനകത്തുള്ള മാക്സിമം ഫീൽഡ് ലൈൻസിന് ഇവിടെ ഒരാൾ കട്ട് ചെയ്യുകയല്ലേ അല്ലേ. അപ്പോൾ അതിൽ മാക്സിമം വേരിയേഷൻ വരികയല്ലേ. അപ്പോൾ അങ്ങനെ മാക്സിമം വേരിയേഷൻ വരികയാണെങ്കിൽ
ഫ്ലക്സിനകത്ത് മാക്സിമം വേരിയേഷൻ വരും. അപ്പോൾ എന്തുണ്ടാവും? EMF ഉണ്ടാവും. EMF ഉണ്ടെങ്കിൽ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ മാക്സിമം കറണ്ട് കിട്ടുന്ന ആ ഒരു പൊസിഷൻ, ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് എന്ത് പറ്റും? അത് കഴിഞ്ഞത് വീണ്ടും ഇങ്ങനെ താഴത്തോട്ട് വരും, അതായത് 180 ഡിഗ്രി ആവും. അപ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ മാക്സിമം ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യും അല്ലേ? അപ്പോൾ അതിൻ്റെ വേരിയേഷൻ ഉണ്ടോ? വേരിയേഷൻ ഇല്ല. ഈ പറഞ്ഞ പോലെ ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അതും ഇല്ല. അപ്പോൾ അവിടെ കറണ്ട് ഉണ്ടാവോ? ഇല്ല. EMF ഉണ്ടാവോ? ഇല്ല. ഓക്കെ, അപ്പോൾ 180 ഡിഗ്രിയിലും നമുക്ക് കിട്ടുന്ന കറണ്ട് 0 ആയിരിക്കും. പിന്നെ അടുത്ത എങ്ങനെയായിരിക്കും? 270-270-ലാവുമ്പോൾ എന്താ പറ്റുക? അപ്പോൾ നമ്മുടെ ഡയറക്ഷൻ മാറും. കറണ്ട് നമുക്ക് മാക്സിമം ഇതേപോലെ തന്നെ കിട്ടും. 90-ൽ കിട്ടിയ പോലെ തന്നെ നമുക്ക് കറണ്ട് 270-ലും കിട്ടും. പക്ഷേ എന്താ പറയുന്നത്? റിവേഴ്സ് ഡയറക്ഷനിലായിരിക്കും കേട്ടോ. റിവേഴ്സ് ഡയറക്ഷൻ, അതാണ് ഇങ്ങനെ വരച്ചത് കേട്ടോ. പിന്നെ വീണ്ടും പാരലായിട്ട് തന്നെ വരും. അപ്പോൾ നമുക്ക് കറണ്ട് നമ്മുടെ മിനിമം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്സിമം ഇതിനെ കട്ട് ചെയ്യാൻ ആരുമില്ല, മാക്സിമം ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യും, കറണ്ട് 0 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് AC കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് AC കിട്ടുന്നത് കേട്ടോ. ആദ്യം 0 ആയിരുന്നപ്പോൾ 0 ആയിരുന്നു, 90 ആയപ്പോൾ മാക്സിമം, 180 ആയപ്പോൾ 0, 270 ആയപ്പോൾ മാക്സിമം, പക്ഷേ റിവേഴ്സ് കണ്ടീഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഡിറക്ഷൻ. പിന്നെ 360 ആയി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് 0 ആണ് വന്നത്. അപ്പോൾ ഇതാണ് ജനറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ ഒരു വഴി ഇങ്ങനെ ഒരു മെക്കാനിക്കൽ എനർജി കൊടുത്തിട്ടാണ് നമുക്ക് അതിനകത്ത് നിന്ന് AC കിട്ടുന്നത്. AC എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കിട്ടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഖരപദാർത്ഥങ്ങൾ താപം സ്വീകരിച്ച് നേരിട്ട് വാതകമായിട്ട് മാറുന്ന പ്രക്രിയ ഏതാണ്? ആൻസർ സബ്ലിമേഷൻ, അതായത് ഉത്പതനമാണ് കേട്ടോ. ഉത്പതനം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ SCERT-യിൽ കൊടുത്തിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ നമുക്ക് നോക്കാം കേട്ടോ. കണ്ടോ, ഉത്പതനം എന്ന് പറഞ്ഞാൽ ഖരാവസ്ഥ, സോളിഡ് ടു ഗേഷ്യസ് സ്റ്റേറ്റിനെയാണ് നമ്മൾ ഉത്പതനം എന്ന് പറയുന്നത്. ഘനീഭവിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ദ്രാവകത്തെ ഖരമാക്കുന്ന അവസ്ഥ, ലിക്വിഡിനെ സോളിഡ് ആക്കുന്ന അവസ്ഥയും അതുപോലെ തന്നെ വാതകാവസ്ഥയിൽ നിന്ന് ഖരാവസ്ഥയിലേക്ക് ആക്കുന്നു, രണ്ടും നമ്മൾ ഘനീഭവിക്കൽ തന്നെയാണ് പറയാം കേട്ടോ. പിന്നെ ദ്രവീകരണം എന്ന് പറയുന്നത് ഖരത്തിൽ നിന്ന് ദ്രാവകവും, സോളിഡ് ടു ലിക്വിഡ് സ്റ്റേറ്റിനെയാണ് നമ്മൾ ദ്രവീകരണം എന്ന് പറയുക. അതായത് നമ്മുടെ ഐസൊക്കെ മെൽറ്റ് ചെയ്യില്ലേ, അങ്ങനെയൊക്കെ. പിന്നെ സാന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ വാതകത്തെ നമ്മൾ കണ്ടൻസേഷൻ, അതിനെയാണ് സാന്ദ്രീകരണം എന്ന് പറയുന്നത്. ഗേഷ്യസ് സ്റ്റേറ്റ് ടു ലിക്വിഡ് സ്റ്റേറ്റിനെയാണ് നമ്മൾ പറയുന്നത് സാന്ദ്രീകരണം എന്ന് പറയുന്നത്. ബാഷ്പീകരണം എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ടു ഗേഷ്യസ് സ്റ്റേറ്റ് ആണ് കേട്ടോ. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കിക്കോളൂ. സബ്ലിമേഷൻ, ഉത്പതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായിട്ട് മാറും. ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പതനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് അറിഞ്ഞിരിക്കുക. പാറ്റ, ഗുളിക, അയഡിൻ, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് SCERT-ൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയൊരു ബോക്സാണ്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഉത്പതനം, സബ്ലിമേഷൻ എങ്ങനെയാണ്? സോളിഡ് ടു ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഏതാ? പെരികാർഡിയമാണ് കേട്ടോ. ഏതാണ്? പെരികാർഡിയം. അടുത്ത് നോക്കാം. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് അല്ലാത്തത് ഏത്? ഓക്കെ, അപ്പോൾ ഇത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. ആൻസർ മണ്ണെണ്ണയാണ്. ഓക്കെ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് അല്ലാത്തത്, അതായത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആൻസർ മണ്ണെണ്ണയാണ്. ഓക്കെ, അപ്പോൾ കിട്ടുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾ ഈ ഓപ്ഷൻസ് നോക്കുക. അതിൽ ഓഡ് മാൻ ഔട്ട് നോക്കിയാൽ മതി കേട്ടോ. തിരമാലയാണെങ്കിലും നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്, കാറ്റാണെങ്കിലും പറ്റുന്നതാണ്, സൗരോർജ്ജം ആണെങ്കിലും പറ്റുന്നതാണ്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. മണ്ണെണ്ണയൊക്കെ ആണെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകുന്നതാണ് അല്ലേ. അപ്പോൾ അത് SCERT-ൽ എന്താണ് കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. SCERT-ൽ കൊടുത്തിട്ടുള്ളത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ, കൺവെൻഷണൽ എനർജി സോഴ്സസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് വന്നിട്ടുള്ളത്. പെട്രോളിയം, ഡീസൽ, മണ്ണെണ്ണ, ടാർ, LPG എന്നിവയൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇനി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്, സൗരോർജ്ജം, കാറ്റ്, തിരമാല എന്നിവ എത്ര ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ്. അപ്പോൾ ഇവയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. ഓക്കെ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ. തീർന്നു പോകുന്നതൊക്കെയാണ് ഏത്? പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, ടാർ, LPG, ഇതൊക്കെ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ്, കൺവെൻഷണൽ എനർജി സോഴ്സുകൾ കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. മലിനജലത്തിലൂടെ പകരുന്ന രോഗം കണ്ടെത്തി എഴുതുക. ഏതാണ്? മന്ത്, എലിപ്പനി, ജലദോഷം, കുഷ്ഠം. ആൻസർ എലിപ്പനിയാണ്. എലിപ്പനിയാണ് നമ്മൾ ജലത്തിലൂടെ പകരുന്ന രോഗം. അത് SCERT-ൽ എന്താ കൊടുത്തിട്ടുള്ളത് നോക്കാം. നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചേ. വായുവിലൂടെ പകരുന്നത് ജലദോഷം, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം, വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്നത് എലിപ്പനി. കണ്ടോ, എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. അപ്പോൾ അത് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അതായത് വെള്ളവും ആഹാരവും കിട്ടാത്ത ഒരു എലിയാണെന്ന് വിചാരിക്കുക കേട്ടോ. ആ എലിക്ക് വെള്ളവും ആഹാരവും ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കുക. വെള്ളവും ആഹാരം കിട്ടാത്ത എലിയാണെങ്കിൽ കോളർ കടിച്ച് തിന്നുന്ന ആലോചിക്കുക കേട്ടോ. കളറിലെ ടൈയുടെ കോളറാണ് തിന്നാൻ പോണേ കേട്ടോ. അപ്പോൾ എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം ഇതെല്ലാം വെള്ളവും ആഹാരം എന്നിവയിലൂടെ പകരുന്ന രോഗങ്ങളാണ്. വായുവിലൂടെ ആണെങ്കിൽ ഏതൊക്കെയാണ്? ജലദോഷം, ചിക്കൻ പോക്സ്, മീസൽസ്, ക്ഷയം. വായുവിലൂടെ എന്ന് പറയുമ്പോണ്ടല്ലോ, ജലദോഷം നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ എത്ര ഓർക്കുക? ചിക്കൻ മീൽസ്,
ക്ഷയം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക ബോഡിയൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ മീൽസ് കഴിക്കുക എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കൻ മീൽസ് ക്ഷയമുള്ള സമയത്ത് കഴിക്കാമെന്ന് ആലോചിക്കുക. പിന്നെ ചിക്കൻ കഴിക്കുന്ന നമ്മൾ വായക്കൂടെയല്ല, അപ്പോൾ അങ്ങനെ നമുക്ക് വായുവിലൂടെ എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അപ്പോൾ വായുവിലൂടെ ജലദോഷം, ചിക്കൻ ബോക്സ്, മീസൽസ്, ക്ഷയം. ഈച്ച മുഖേനയാണെങ്കിലോ കോളറ, വയറിളക്കം. കൊതു മുഖേന മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കും. മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. സമ്പർക്കം മുഖേന ഉണ്ടാവുന്നതാണ് ചെങ്കണ്ണ്, കൺജക്റ്റിവൈറ്റിസും അതുപോലെ തന്നെ കുഷ്ഠം, ലെപ്രസി. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്. ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ 14 കേട്ടോ. BCG കുത്തിവയ്പ്പ് ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത്? ഏതിൻ്റെയാണ്? ക്ഷയമാണ്. BCG കുത്തിവയ്പ്പ് ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത്? ക്ഷയരോഗമാണ് കേട്ടോ. അപ്പോൾ അത് SCERT കൊടുത്തിട്ടുള്ള ഞാനൊന്ന് കാണിച്ചു തരാം. അതെ കണ്ടോ, ക്ഷയം. അപ്പോൾ ഇതിനകത്ത് കണ്ടോ വാക്സിൻ BCG ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. രോഗകാരി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ് ആണ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന ജീവികളിൽ നിന്ന് പ്രാഥമിക ഉപഭോക്താവിനെ തിരഞ്ഞെടുക്കുക. ഏതാണ് ആൻസർ വരുന്നത്? അതായത് പ്രൈമറി കൺസ്യൂമറിനെ തിരഞ്ഞെടുക്കാൻ. പുല്ല്, ഓന്ത്, തവള, മാൻ. ആൻസർ മാനാണ് പ്രൈമറി കൺസ്യൂമർ അല്ലേ. അപ്പം ഈ പ്ലാന്റ്സിനെയാണ് നമ്മൾ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. അതിന് ഫസ്റ്റ് കൺസ്യൂമറായിട്ട് വരുന്നത് മാനാണ് ഈ കേസിൽ കേട്ടോ. ശരീര തുലന നിലയുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗം ഏത്? പറയാമോ? തുലന നിലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? സെറിബെല്ലമാണ്. സെറിബെല്ലം. നമുക്ക് SCERT ഒന്ന് ജസ്റ്റ് നോക്കാം. സെറിബ്രം എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ, നമ്മുടെ ബ്രെയിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് കേട്ടോ. ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു. സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറംഭാഗത്തെ എന്താ പറയുക? കോർട്ടെക്സ് എന്ന് പറയും. എന്താ പറയുക? കോർട്ടെക്സ് എന്ന് പറയും. വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും പറയും. പിന്നെ ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവിടെയൊക്കെ കേന്ദ്രം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സെറിബ്രമാണ് കേട്ടോ. നമ്മുടെ ചിന്ത, നമ്മുടെ ബുദ്ധി, ഓർമ്മ, ഭാവനയൊക്കെ സെറിബ്രമാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു. ഐശ്ചിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഐശ്ചിക ചലനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? സെറിബ്രമാണ്. സെറിബെല്ലം എന്ന് പറയുന്നത് മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗം. ആദ്യത്തെ വലിയ ഭാഗം സെറിബ്രമാണല്ലോ. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. പിന്നെന്താ, സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ട് കാണുന്നു. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നു. കണ്ടോ, തുലന നില. അതായത് നമ്മൾ ഈ മദ്യമൊക്കെ കുടിച്ച് കഴിയുമ്പോൾ അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് സെറിബെല്ലത്തിനെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബെല്ലും ബ്രേക്കൊക്കെ പോയെന്നൊക്കെ രീതിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ തുലന നില അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെറിബെല്ലമാണ്. പിന്നെയുള്ളത് തലാമസ് ആണ്. തലാമസ് എന്ന് പറയുന്നത് സെറിബ്രത്തിന് താഴെയായിട്ട് കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും സെറിബെല്ലത്തിൽ നിന്നുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാണ് സെറിബ്രം, സെറിബെല്ലം എന്നൊക്കെ ഇവിടെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി. ഇത് സെറിബെല്ലം ആണ് വരുന്നത്, ഇത് സെറിബ്രമാണ്, ഇതാണ് നമ്മുടെ തലാമസ് കേട്ടോ. പിന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു. ഈ പരിപാടിയൊക്കെയാണ് തലാമസിൻ്റെ. ഓക്കെ. അപ്പോൾ നമ്മുടെ റിലേ സ്റ്റേഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് തലാമസ് ആണ്. പിന്നെ ഇതാ ഹൈപ്പോതലാമസ്. തലാമസിന് തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. അത് ഈ ഒരു ഭാഗം കേട്ടോ. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു. അതും ഹൈപ്പോതലാമസ് ആണ്. അടുത്ത മെഡുല്ല ഒബ്ലാങ്കേറ്റ. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു കേട്ടോ. പിന്നെ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചേക്കുക. ഹൃദയസ്പന്ദനം, ശ്വാസം എന്നീ അനൈശ്ചിക പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യണത് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ്. അതേസമയം ഐശ്ചിക ചലനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? സെറിബ്രമാണ്. ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. ചിന്താ, ബുദ്ധി, ഓർമ്മയൊക്കെ സെറിബ്രമാണ്. പിന്നെ നമ്മുടെ തുലന നിലയൊക്കെ കൺട്രോൾ ചെയ്യണത് സെറിബെല്ലമാണ്. നമ്മുടെ ബെല്ലും ബ്രേക്കും നല്ല രീതിയിൽ കണക്ട് ചെയ്യുക. പിന്നെ തലാമസ് എന്ന് പറയുന്നത് നമ്മുടെ തലയുടെ റിലേ സ്റ്റേഷനാണെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. റിലേ സ്റ്റേഷനാണ്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. ശാസ്ത്രീയമായിട്ട് മുയലുകളെ വളർത്തുന്ന പ്രക്രിയ ഏതാണ്? ആൻസർ ക്യൂണികൾച്ചർ ആണ് കേട്ടോ. ക്യൂണികൾച്ചർ. അപ്പോൾ SCERT കൊടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ SCERT ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് നോക്കി പഠിച്ചേക്കണേ. അപ്പോൾ ഇവിടെ കണ്ടോ ക്യൂണികൾച്ചർ കണ്ടോ. ക്യൂണികൾച്ചർ ഒന്ന് സൂം ചെയ്തേക്കട്ടെ കേട്ടോ. ഓക്കെ. ക്യൂണികൾച്ചർ. അപ്പോൾ ശാസ്ത്രീയമായിട്ട് മുയലുകളെ വളർത്തുന്നതാണ് ക്യൂണികൾച്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മഷ്റൂമിൻ്റെ ഉണ്ട്, മഷ്റൂം കൾച്ചർ. പിന്നെ ഹോർട്ടിക്കൾച്ചർ, അത് നമുക്കറിയാം, പഴം, പച്ചക്കറി എന്നിവയൊക്കെ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടിക്കൾച്ചർ. പിന്നെ എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത് തേനീച്ച വളർത്തലാണ് കേട്ടോ. തേനീച്ച വളർത്തലാണ് എപ്പിക്കൾച്ചർ. പിന്നെ ഫ്ലോറിക്കൾച്ചർ, അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന കൃഷിരീതി. മുല്ല, അങ്ങനെ ചെണ്ടുമല്ലി, ഇതിനെയൊക്കെ പൂക്കളിനെയൊക്കെയാണ് ഫ്ലോറിക്കൾച്ചർ എന്ന് പറയുന്നത്. അടുത്ത സെറികൾച്ചറാണ് കേട്ടോ. സ്വാഭാവിക പട്ടിൻ്റെ നിർമ്മാണത്തിനായിട്ട് പട്ടുനൂൽ പുഴുക്കളെ വളർത്തുന്നതിനെയാണ് നമ്മൾ സെറികൾച്ചർ എന്ന് പറയുന്നത് കേട്ടോ. സെറികൾച്ചർ. പിസിക്കൾച്ചർ ഫിഷ് അല്ലേ, മീൻ വളർത്തലാണ് പിസിക്കൾച്ചർ. അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന ലോഹങ്ങളുടെ സവിശേഷതയ്ക്ക് പറയുന്ന പേരെന്താണ്?
ഇത് നമുക്ക് SCERT കൊടുത്തുള്ള ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ലോഹങ്ങളെ വലിച്ച് നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാം. ഈ സവിശേഷതയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഡക്റ്റൈൽ ആയിട്ടുള്ള ലോഹം ചോദിക്കുകയാണെങ്കിൽ അത് പ്ലാറ്റിനം ആണ്. ഇങ്ങനെ ആലോചിക്കുക, ഡക്റ്റിലിറ്റിന് അതിൽ D ഉണ്ടല്ലോ, ഈ ഡീനെ ഞാൻ ഈ പേര് പറഞ്ഞ പോലെ തന്നെ വലിച്ച് നീട്ടാൻ പോവാം കേട്ടോ. അപ്പോൾ ഡീനെ വലിച്ച് നീട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, P ആയില്ലേ. അപ്പോൾ പ്ലാറ്റിനം ആണ് ഏറ്റവും ഡക്റ്റിലിറ്റി കൂടിയിട്ടുള്ള മെറ്റൽ ചോദിക്കുകയാണെങ്കിൽ പ്ലാറ്റിനം. ഇനി ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും. ഈ സവിശേഷത മാലിയബിലിറ്റി എന്ന് പറയുന്നു. ഓക്കെ, അടിച്ചു പരത്താനുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും മാലിയബിൾ ആയിട്ടുള്ള ലോഹം ചോദിക്കുകയാണെങ്കിൽ, മെറ്റൽ ചോദിക്കുകയാണെങ്കിൽ ഗോൾഡ് ആണ്. പിന്നെയുള്ള സൊണോറിറ്റി, അത് കട്ടിയുള്ള വസ്തു കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് നമ്മൾ സൊണോറിറ്റി എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഏതാണ്, പിന്നെ ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായിട്ട് രൂപം കൊള്ളുന്ന പ്രതലം തിളക്കം മാറുന്നതായിരിക്കും. ഈ സവിശേഷതയാണ് ലോഹദ്യുതി, അതായത് മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ മെറ്റൽസിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഉയർന്ന താപചാലകത, പിന്നെ ഉയർന്ന വൈദ്യുത ചാലകത, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, ഉയർന്ന സാന്ദ്രത, സൊണാരിറ്റി, പിന്നെ ഉയർന്ന ദ്രവണാങ്കം, ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ്. അടുത്ത് നോക്കാം, വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ആൻസർ, സ്കർവിയാണ്. വൈറ്റമിൻ സിയുടെ സ്കർവിയാണ്. ദ്രവണാങ്കം കൂടിയിട്ടുള്ള ലോഹം കണ്ടെത്തി എഴുതുക. ഏറ്റവും കൂടുതൽ ദ്രവണാങ്കം കൂടിയിട്ടുള്ള ലോഹം ഏതാണ്, ആൻസർ ടങ്സ്റ്റൺ ആണ് അല്ലേ, ടങ്സ്റ്റൺ ആണ്. അപ്പോൾ ടങ്സ്റ്റനുള്ള അതിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഉയർന്ന ദ്രവണാങ്കം മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, നേരത്തെ കമ്പികളാക്കാൻ കഴിയുന്നതാണ്, ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറത്തുവിടാനുള്ള കഴിവും കൂടിയുണ്ട് കേട്ടോ. ഇതെല്ലാം ടങ്സ്റ്റൻ്റെ സവിശേഷതകളാണ്. ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, നേരത്തെ കമ്പികളാക്കാൻ കഴിയുന്നു, ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറത്തുവിടാനുള്ള കഴിവും കൂടിയുണ്ട്. അപ്പം ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കുറേ ചൂട് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉരുകുള്ളൂ കേട്ടോ. ആ ഒരു മീനിങ് ആണ് വരുന്നത്. അടുത്ത ചോദ്യം, ഇരുമ്പ് തുരുമ്പിക്കുമ്പോഴുണ്ടാകുന്ന രാസസംയുക്തം ഏതാണ്, ആൻസർ അയൺ ഓക്സൈഡ് ആണ് അല്ലേ. റസ്റ്റിംഗ് ഓഫ് അയൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, അവിടെ അയൺ ഓക്സൈഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. അതായത് Fe2O3 ആണ് കേട്ടോ, അയൺ ഓക്സൈഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഇനി അടുത്ത്, പ്രകാശ സംശ്ലേഷണ ഫലമായി സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കപ്പെടുന്നത് ഏത് രൂപത്തിലാണ്, ആൻസർ ഗ്ലൂക്കോസ് ആണ്, ഗ്ലൂക്കോസ്. ഇനി SCERT കൊടുത്തിട്ടുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ്. അപ്പോൾ ഗ്ലൂക്കോസ് മാത്രമല്ല, ഇതോടൊപ്പം ഓക്സിജനും ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഗ്ലൂക്കോസും ഓക്സിജനും ആണ് നമുക്ക് ഉണ്ടാവുന്നത്. കണ്ടോ, ഓക്സിജനും ഗ്ലൂക്കോസും. ഈ ഓക്സിജൻ സസ്യങ്ങൾ പകൽ സമയത്ത് പുറത്തുവിടുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടായിട്ടുള്ള ഗ്ലൂക്കോസ് പിന്നീട് അന്നജമാക്കി മാറ്റപ്പെടുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഫോട്ടോസിന്തസിൻ്റെ സമയത്ത്, പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്, ഗ്ലൂക്കോസും ഓക്സിജനും ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ പ്ലാന്റ്സ് എന്തൊക്കെ എടുക്കുന്നത്, സൂര്യപ്രകാശം എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു, ജലം എടുക്കുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷം പുറത്തുവിടുന്ന എന്തൊക്കെയാണ്, ഓക്സിജനും അതുപോലെ തന്നെ ഗ്ലൂക്കോസും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു ലെങ്തി വീഡിയോ ആവുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇവിടെ വെച്ച് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് വാല്യുബിൾ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ബൈ.